ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ 4മായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ന്യൂസ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഒരു മൂവി മറ്റുള്ള സ്പൈഡർമാൻസിനെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന മൾട്ടിവേഴ്സ് ലെവലിലായിരിക്കണമെന്ന് സോണിയും, അതല്ല മറിച്ച് സ്പൈഡർമാന്റെ ഇമോഷൻസിനെ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് എന്ന ടാഗിൽ തന്നെ സ്ട്രീറ്റ് ലെവൽ സൂപ്പർ ഹീറോ ആയിട്ട് സ്പൈഡർമാനെ കാണിക്കണമെന്നാണ് മാർവലും ടോം ഹോളണ്ടും പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്പൈഡർമാൻ 4 മൂവി ഇത്ര ഡിലേ ആയത്. അല്ലെങ്കിൽ ഈ ഒരു വർഷം തന്നെ ഈ ഒരു മൂവി റിലീസ് ആയേനെ. എന്തായാലും ഇപ്പോൾ സോണിയെ ഒരു പരിധി വരെ കൺവിൻസ് ചെയ്ത് സ്ട്രീറ്റ് ലെവൽ തന്നെയുള്ള ഒരു സ്പൈഡർമാൻ സ്റ്റോറി തന്നെയാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വേനത്തിന്റെ ഇമ്പാക്ട് ഒക്കെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്പൈഡർമാന്റെ പുതിയ ഡയറക്ടറായി അക്വാമാൻ മൂവിയൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള സാക്ഷാൽ ജെയിംസ് വാനെ തന്നെ ഇറക്കാൻ പോവുകയാണെന്നും ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മൂവിയിൽ MJ തിരികെ റിട്ടേൺ കൊണ്ടുവരിക, അതായത് സ്പൈഡർമാനെ ലവ് ഇൻട്രസ്റ്റ് ആയി ബ്ലാക്ക് കാറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് മാർവൽ പ്ലാൻ ചെയ്യുന്നതെന്നും ഒരു റൂമർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. മൂവീസിൽ കാണിച്ച പോലെ തന്നെ ഗ്വെൻ ആണെങ്കിലും MJ ആണെങ്കിലും ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും പീറ്റർ പാർക്കറിനെ തന്നെയാണ്. എന്നാൽ പീറ്റർ പാർക്കർ എന്ന യഥാർത്ഥ ഐഡന്റിറ്റി അറിയാതെ തന്നെ സ്പൈഡർമാൻ എന്ന ക്യാരക്ടറിനെയാണ് ബ്ലാക്ക് കാറ്റ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു കെമിസ്ട്രി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സ്പൈഡർമാൻ ക്യാരക്ടർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും.